ഈ കണ്ണ് കാണാൻ വയ്യാത്ത ഭർത്താവ് മാത്രമേ ഉള്ളൂ. അല്ലാതെ എനിക്ക് വേറെ ആരും ഒരാശ്രയമില്ല. ഞങ്ങള് രണ്ടുപേരും ഞാൻ ചാവും വരെ എന്റെ കൂടെ കാണും. 10 മാസം ചുമന്ന് പ്രസവിച്ച 2 മക്കൾ എനിക്കുണ്ട്. പക്ഷെ അവരെ എനിക്കില്ല. കണ്ണു കാണാത്ത പിതാവിനെയും തീർത്തും വയ്യാതെ കിടക്കുന്ന മാതാവിനെയും ഉപേക്ഷിച്ചു പോയ 2 മക്കളുടെ അവസ്ഥയുടെ ദയനീയ ചിത്രമാണ് നമ്മളിപ്പോൾ കണ്ടത്. 10 മാസം പല്ലയിൽ ചുമന്ന് തീരാവേദനകൾ സഹിച്ച് പ്രസവിച്ച് വളർത്ത് വിദ്യാഭ്യാസം കൊടുത്ത് ഭക്ഷണം താമസം സൗകര്യം എല്ലാം കൊടുത്തു നല്ല നിലയിൽ പ്രാപ്തരാക്കിയ 2 മക്കള് ഈ മാതാപിതാക്കളെ ഉപേക്ഷിച്ചു പോവുകയാണ് ചെയ്തത്. അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരണങ്ങൾ നമുക്കൊന്ന് കാണാം. പത്തനാപുരം പിടവൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. സ്വന്തം അച്ഛനെയും അമ്മയെയും ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന മക്കൾക്ക് ഈ ഒരു വീഡിയോ കണ്ടിരിക്കാൻ കഴിയില്ല. കാരണം 10 മാസം ചുമന്നു പ്രസവിച്ച സ്വന്തം അമ്മയെയും കണ്ണു കാണാൻ വയ്യാത്ത അച്ഛനെയും ഒരു വീട്ടിൽ ഉപേക്ഷിച്ചിട്ട് മക്കൾ കടന്നു കളഞ്ഞിട്ട് 1.5 വർഷമായി. നല്ല രൂപത്തിലാണ് ഞങ്ങളുടെ മക്കളെ വളർത്തിയത്. നല്ല പോലെ പഠിപ്പിച്ചു. മോളെ ഡിപ്ലോമ വരെ പഠിപ്പിച്ചു, കമ്പ്യൂട്ടറും പഠിപ്പിച്ചു. മോനെയും +2 വരെ പഠിപ്പിച്ചു. അവരെവിടാന്ന് എനിക്ക് അറിയത്തില്ല. എന്റെ ഭർത്താവ് മാത്രമേ. പത്തനാപുരത്താണ് സംഭവം. കാണുമ്പോൾ തന്നെ നമ്മുടെ മനസാക്ഷിയെ വളരെയധികം വേദനിപ്പിക്കുന്ന ഒരു സംഭവമാണ്. എത്രമാത്രം ക്രൂരതയാണ് ആ മക്കൾ ചെയ്തിട്ടുള്ളത്. തീർത്തും അന്ധനായ ഒരു പിതാവ്, തീർത്തും വയ്യാനായി കിടക്കുന്ന മാതാവ്, ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ആ മക്കൾക്ക് ഇവരെ ഉപേക്ഷിച്ചു പോകാൻ എങ്ങനെ മനസ്സ് വന്നു? ഇത്രയും ക്രൂരമായ രീതിയിലുള്ള ചിന്താഗതിയുള്ള മക്കൾ തന്നെയാണല്ലോ. തീർത്തും ക്രൂര മനസ്സുള്ള മക്കൾ, ക്രിമിനലായ മക്കളായതുകൊണ്ട് മാത്രമാണ് ഇത്രയും വയ്യാതായ മാതാപിതാക്കളെ ഉപേക്ഷിച്ചു പോകാനുള്ള ഒരു മനസ്ഥിതി ഉണ്ടായത്. ഈ മക്കളൊക്കെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് മാതൃകകളുമായിട്ട് ശിക്ഷിക്കണം. ഇത്തരം മക്കളൊക്കെ ശിക്ഷിക്കാൻ ഇവിടെ വകുപ്പുണ്ട്, നിയമമുണ്ട്. പക്ഷെ അതൊക്കെ പലപ്പോഴും നോക്കുകുട്ടികളാവുന്നതിനെ കൊണ്ട് മാത്രമാണ് ഇതുപോലെയുള്ള കണ്ണാടിത്തങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നത്. ഈ കാഴ്ച കാണുമ്പോൾ എത്ര ഇതായിട്ടുള്ള മനസ്സ് പോലും വേദനിക്കും. കാരണം അത്രക്കും വയ്യാതായി നിൽക്കുന്ന മാതാപിതാക്കളാണ്. അദ്ദേഹത്തിന് കണ്ണിന് കാഴ്ച തീരെയില്ല. മാത്രമല്ല ആ അമ്മ തീർത്തും വയ്യാതായി കിടക്കുന്ന ഒരു അമ്മയും കൂടിയാണ്. അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിലാണ് മക്കള് നല്ല പ്രാപ്തരായ ഒരാണും ഒരു പെണ്ണും അവർ ഉപേക്ഷിച്ചു പോയത്. അവർ എവിടെയാണ് ഉള്ളത് പോലും ഈ മാതാപിതാക്കൾക്ക് അറിയത്തില്ല. അത് എത്രത്തോളം ദയനീയമാണ് ഈ അവസ്ഥ. അതുകൊണ്ട് നമ്മുടെ ഇവിടുത്തെ നിയമ സംവിധാനമേ ഒരു അപേക്ഷയായിട്ട് പറയാനുള്ളത്, ഇത്തരം മക്കളൊക്കെ ശിക്ഷിക്കാൻ നിയമമുണ്ട്. ആ നിയമത്തിന്റെ പരിധിയിൽ കൊണ്ടുവന്ന് ഈ മക്കളെ മാതൃകപരമായിട്ട് ശിക്ഷിക്കണമെന്നാണ് ഈ അവസരത്തിൽ വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത്.